അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തൊടുകറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂണോളം മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 5-6 ഉണക്കമുളക് ഇത്രയും എടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളൻ പുളിയാണ്, ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. നമ്മുടെ മെയിൻ താരം കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. സ്വല്പം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നമുക്ക് ദഹനത്തിനൊക്കെ നല്ല ഒരു മരുന്നാണ്. പിന്നെ ഈ തൊടുകറി തയ്യാറാക്കാൻ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം മതി. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത് നമുക്കിതുപോലെ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. പുളിയും പിഴിഞ്ഞൊഴിച്ച് ഇനി പൊടികൾ ചേർക്കാം. പുളി പിഴിഞ്ഞൊഴിക്കുന്ന മുമ്പേ പൊടി ചേർക്കേണ്ടതായിരുന്നു, എനിക്ക് വിട്ടുപോയതുകൊണ്ടാണ്. ഇനി മുളക് പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ രണ്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഇലയെല്ലാം നന്നായിട്ട് വെന്ത് വരണം. കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് ഇതുപോലെ ഒന്ന് കുറുകി വരണം. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുള്ള ഒരു തൊടുകറിയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 2 മാസം വരെയൊക്കെ ചീത്തയാകാതിരിക്കും. ഇനി കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റാണ്. ഒറ്റ കറി മതി, ട്രൈ ചെയ്തോളൂ.